കനത്ത മഴയ്ക്ക് ഇന്ന് സംസ്ഥാനത്തുടനീളം വളരെ കുറവുണ്ടായി. മഴ ശമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ദുരിതങ്ങൾ തുടരുന്നു എന്ന വാർത്തയുണ്ട്. അവിടെ വെള്ളക്കെട്ട് തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ മാത്രമായിരുന്നു യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നത്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് നിർഭാഗ്യകരമായി ഒരു യുവാവ് മരിച്ചു. അതേപോലെ നെയ്യാറ്റിങ്കലിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി ഒരു വയോധികൻ മരിച്ച വാർത്തയും ഇന്നത്തെ വാർത്താപകലിൽ വന്നു. ജലനിരപ്പ് ഉയർന്നതോടെ പാലക്കാട് മംഗലം ഡാമിൻ്റെ 2 ഷട്ടറുകളും ഇന്നത്തെ വാർത്താപകൽ തുറക്കേണ്ടി വന്നു. അപ്പോൾ ഒരുപക്ഷെ മഴയുടെ ശമനം സംസ്ഥാനത്തുടനീളം രേഖപ്പെടുത്തി. എന്നാൽ ദുരിതങ്ങൾക്ക് വലിയ കുറവൊന്നുമില്ല. മഴ ശമിച്ചെങ്കിലും പലയിടങ്ങളിലെ വെള്ളക്കെട്ട് മാറിയിട്ടില്ല. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് ചാല സ്വദേശി സുധീഷ് മരിച്ചു. രാത്രി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കോഴിക്കോട് മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശത്ത് വെള്ളം ഒഴിയുന്നില്ല. ചാലിയാർ, ചെറുപുഴ, ഇരുവഴിഞ്ഞിപ്പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. ൂരാച്ചുണ്ടിൽ മണ്ണിടിഞ്ഞു. നേരത്തെ 8 പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്താണ് വീണ്ടും അപകടമുണ്ടായത്. വീടുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. ദൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ പാലക്കാട് മംഗലം ഡാം തുറന്നു. ചെറുകുന്നം പുഴയ്ക്കരികിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം പൊന്മുടിയിലേക്കുള്ള റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചു മാറ്റി. നെയ്യാറ്റിൻകരയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി നടൂർകൊല്ല സ്വദേശി ബാബുവിന് ദാരുണാന്ത്യം. ദിവസങ്ങൾക്ക് മുമ്പ് തെങ്ങ് മറിഞ്ഞു വീണ് പൊട്ടിയ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. ലൈൻ പൊട്ടിയത് KSEB അറിയിച്ചിട്ടും സമയത്ത് ജീവനക്കാരെത്താത്തതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പിച്ച വാങ്ങാൻ വന്നല്ല, ഈ കൊലയ്ക്ക് കാരണക്കാരെ അവർ അറസ്റ്റ് ചെയ്യണം. അതിനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. നീലഗിരി കുണ്ടംപുഴയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. തോട് മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു കാട്ടാനക്കൂട്ടം. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പ്രേക്ഷകർ ഈ സ്റ്റോറിയിൽ കണ്ടതുപോലെ സംസ്ഥാനത്തുടനീളമുള്ള മഴ നന്നായി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദുരിതങ്ങൾക്ക് പഞ്ഞമില്ല. ദുരിതങ്ങൾ പെയ്തിറങ്ങിയ ദിവസം കൂടിയായിരുന്നു ഇന്നത്തെ വാർത്താപകലിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ നന്നായി അനുഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.